ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി രാഷ്ട്രപതിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. തമിഴ്നാട് ഗവർണറായ RN രവി തമിഴ്നാട് സർക്കാരിനെ അധിക്ഷേപിച്ചുകൊണ്ട് നിയമസഭയിൽ പാസാക്കിയ ബില്ല് ഒപ്പുവയ്ക്കാൻ കൂട്ടാക്കാതെ രാഷ്ട്രപതിക്ക് അയച്ച സംഭവത്തിൽ ഈ രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസമാക്കി മാറ്റിയെടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവം ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ BR ഗവായ് അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ഗവർണർമാർ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് നിയമപരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഗവർണർമാർക്ക് ജുഡീഷ്യൽ പവർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചനം പോലുമില്ല. രാഷ്ട്രപതി അത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. രാഷ്ട്രപതി എക്സിക്യൂട്ടീവ് ഹെഡ് തന്നെയാണ്. എന്നാൽ ഗവർണർമാർക്ക് ഒരു സംസ്ഥാനത്ത് എടുക്കാൻ കഴിയുന്ന നടപടിക്രമങ്ങൾക്ക് പരിധിയുണ്ട്. ഗവർണർ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് അല്ല, നോമിനേറ്റഡ് മെമ്പറാണ്. അതും ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റാണ്. യൂണിയൻ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല ചീഫ് ജസ്റ്റിസുമാർ പോരാട്ടം തുടങ്ങിയത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിരുന്നപ്പോഴും ജസ്റ്റിസ് BR ഗവായ് ഉള്ളപ്പോഴും ശക്തമായ രീതിയിൽ നടപടിക്രമങ്ങൾ എടുക്കുകയാണ്. നേരത്തെ DY ചന്ദ്രചൂഡായിരുന്നപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായ രീതിയിലേക്ക് അദ്ദേഹം മാറുന്നുവെന്ന് പ്രതിപക്ഷം ആരോപണമുന്നയിച്ചിരുന്നു. എന്നാൽ സഞ്ജീവ് ഖന്നയോ BR ഗവായിയോ അത്തരത്തിലേക്ക് നീങ്ങുന്നില്ല. അത് നരേന്ദ്രമോദിക്കും മന്ത്രിസഭയ്ക്കും വലിയ തലവേദനയായിരിക്കുകയാണ്. BJP വിരുദ്ധ മന്ത്രിസഭയെ ഏത് രീതിയിലും വരിഞ്ഞുകെട്ടാൻ ആയുധമാക്കി വിടുന്നത് ഗവർണർമാരെയാണ്. അതായത് ഏതൊക്കെ രീതിയിൽ അട്ടിമറി കാണിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും BJP അവകാശവാദം ഉന്നയിച്ചാൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുക. അതിനാണ് ഗവർണർമാരെ ചുമതലപ്പെടുത്തുന്നത്. കർണാടകയിൽ ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയപ്പോഴും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നപ്പോഴും ഗവർണർമാർ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോഴിതാ ഉപരാഷ്ട്രപതിയായ മുൻ BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ കൂടിയായിരുന്ന CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായിരുന്നപ്പോൾ BJP വലിയ രീതിയിൽ അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുത്തതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പും അട്ടിമറിച്ചു. എന്നാൽ ഗവർണർമാർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തകരായി വീണ്ടും തുടരുന്നു. ഗവർണർമാർ എന്ന് പറയുന്നത് കൃത്യമായി ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ഒരു രീതിയിലുള്ള പ്രവർത്തനവും BJPയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല BJP നേതാക്കളെയുമാണ് ഇപ്പോൾ ഗവർണർ സ്ഥാനത്ത് പരിഗണിക്കുന്നത്. ഇതിനെ പരസ്യമായി പേര് പറഞ്ഞ് ചോദ്യം ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് BR ഗവായ്. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.